ചേട്ടാ, സംസ്ഥാന പോലീസ് മേധാവിയാകാനായിട്ട് തമ്മിലടി നടക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വരെ ഇതേക്കുറിച്ച് പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം സംസാരിച്ചത് യോഗേഷ് ഗുപ്തയുടെ കാര്യമായിരുന്നു. ഇപ്പോ എം.ആർ. അജിത് കുമാറിനെ എങ്ങനെയെങ്കിലും ഒന്ന് DGP ആക്കണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ട് കേന്ദ്രത്തിനെ സംസ്ഥാനം ബന്ധപ്പെടുന്നുണ്ടോ എന്നുള്ള വാർത്തകൾ വരുന്നു. അതിൽ താല്പര്യം അറിയിച്ച ചിലതൊക്കെ വരുന്നു. ഇനി അതൊന്നും ആയിരിക്കില്ല, ഇൻചാർജ് DGP എന്നുള്ള ഒരു പോസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമെന്ന് അറിയുന്നു. ഇതൊക്കെ എന്താണ് ഈ ഇൻചാർജ് DGP എന്നുള്ളതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആ പോസ്റ്റൊക്കെ വന്നിട്ടുള്ളതാണോ? അതിലേക്ക് കേരളം പോകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ? പ്രജിത, ഇതിൽ ഏതാണ്ട് 10ഓളം സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ DGP പോസ്റ്റ് ഇൻചാർജ് ആയിട്ടുണ്ട്. 10ഓളം സംസ്ഥാനങ്ങളിൽ. അപ്പോൾ ഇതിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ബാക്ക് ഹിസ്റ്ററി പറയേണ്ടി വരും. പ്രസന്റ് പറയാം, അല്ല ഇപ്പോൾ നടക്കുന്നത് പറയണം, നമുക്കിനി അങ്ങനെ ഫ്യൂച്ചറിലെ സംഭവം പറയണം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ നിരവധി തവണ സംസാരിച്ച കൊണ്ട് തന്നെ ഇതിൽ അജിത് കുമാർ എന്ന പോലീസ് ഓഫീസറുടെ പേര് അവസാനമാണ് കിടക്കുന്നത്. കളങ്കിത വ്യക്തിത്വമായിട്ടുള്ളവരെ എല്ലാം നമ്മുടെ മുഖ്യമന്ത്രി കൂടെ കൂട്ടിയിട്ടുണ്ട്. അതിൽ KM എബ്രഹാം തുടങ്ങി അജിത് കുമാർ വരെ ഉണ്ട്. അപ്പോൾ IPS തലത്തിലുള്ള പ്രശ്നമാണ് ഈ പ്രശ്നം. അപ്പോൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും അലർട്ട് ആയതുകൊണ്ട് P ശശിക്ക് പോലീസ് മേധാവിത്വത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ് പോലീസ് വകുപ്പിൻ്റെ കാര്യങ്ങൾ മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ P ശശി എന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് ഇതൊന്നും ചെയ്യുന്നതിൽ വിജയം വരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പല കുതന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇതിലുള്ള പേരുകളിൽ ഇപ്പൊ കേൾക്കുന്ന വാർത്ത റവാഡ ചന്ദ്രശേഖർ എന്ന രണ്ടാമത്തെ പേരുകാരൻ. ഈ റവാഡ ചന്ദ്രശേഖറിന് പോലീസ് വകുപ്പിൽ മേധാവിയാവാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം ഇപ്പൊ വന്ന് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യമായി. അത് വലിയൊരു തിരിച്ചടിയാണ്. വലിയൊരു തുരത്തി ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലരൊക്കെ ഇങ്ങോട്ടേക്ക് വന്ന് താല്പര്യം അറിയിക്കുന്നു. അതെ. അപ്പൊ അദ്ദേഹം ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ആണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലാണ് അദ്ദേഹം ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇന്റലിജൻസ് ബ്യൂറോയിൽ ഉള്ള ആളാണ് ഇദ്ദേഹം. അപ്പോൾ അവിടുന്ന് അദ്ദേഹം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറായ റവാഡ ചന്ദ്രശേഖരനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചിരുന്നു. പിന്നെ ഓഗസ്റ്റ് 1 മുതലാണ് അദ്ദേഹത്തിന്റെ നിയമനം വരുന്നത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങുമോ എന്ന് ചർച്ച സജീവമായിരുന്നു. ഇപ്പോൾ നല്ലൊരു പോസ്റ്റ് ഇരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടു, അദ്ദേഹത്തിന്റെ സന്നദ്ധത അറിയിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വതന്ത്രമായ ശൈലിയിൽ മുഖ്യമന്ത്രി ചിരിച്ചു കാണും. ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഒരു ഇരുത്തി ചിരിയുണ്ടല്ലോ, ചിരിയുണ്ടല്ലോ. എന്തായാലും പെട്ടു എന്നാണ് കാര്യം. അദ്ദേഹത്തിന് ഹെഡ് കേൾക്കാൻ വയ്യ. അദ്ദേഹം എന്തായാലും ഇത് ശശിക്ക് മാറ്റിവിടാനാണ് സാധ്യത. അപ്പൊ ഇനിയിപ്പോ ഇതിനകത്തുള്ള മറ്റൊരു കാര്യം, റവാഡ ചന്ദ്രശേഖരനെ കണ്ടുവെങ്കിൽ യോഗേഷ് ഗുപ്തയുടെ പേര് എന്ത് ചെയ്യും? യോഗേഷ് ഗുപ്തയ്ക്ക് ഇതുവരെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് താല്പര്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് തലയും കൊണ്ട് പോകാനാണ്. യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടില്ല. എന്നാൽ കൊടുക്കും എന്ന വാർത്ത നിൽക്കുന്നുണ്ട്. എന്നാലും എനിക്ക് ഒരു ആശ്ചര്യം തോന്നിയത്, ഇങ്ങോട്ടേക്കൊക്കെ താല്പര്യം അറിയിച്ച അത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു ധൈര്യം തോന്നിയതെന്ന് മനസ്സിലാവും. അല്ല പ്രജി, അതിനകത്ത് ഈ താല്പര്യം അറിയിക്കുക എന്ന് പറഞ്ഞാൽ റവാഡ ചന്ദ്രശേഖരൊക്കെ താല്പര്യം അറിയിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയാണ് ചേട്ടാ. അതായിരിക്കാം. പക്ഷെ കേരളത്തിലെ ഒരു ഇതൊക്കെ എല്ലായിടത്തും ചർച്ചയാകുന്ന വിഷയങ്ങളാണല്ലോ. ഇനി ഒരു 6, 7, 8 മാസം കൂടെ ഈ സാധനങ്ങൾ സഹിച്ചാൽ മതി. ഈ പോലീസ് പോസ്റ്റ് എന്ന് പറയുന്നതേ വരാൻ പോകുന്ന സർക്കാരിൽ ഈ DGP ആയിരിക്കും വരാൻ പോകുന്നത്. ഈ DGP ആണ് ഇനി വരാൻ പോകുന്ന സർക്കാരിലും വരാൻ. അപ്പൊ ഈ തലവേദന ഇനി അടുത്ത സർക്കാരിൽ ഉണ്ടാവില്ല. ആ ഒരു വിഷയമായിരിക്കും റവാഡയെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഈ വന്നിരിക്കുന്ന 5 പേരിലും ഇപ്പൊ യോഗേഷ് ഗുപ്തയെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ഈ പറയുന്ന നട്ടല് വളയ്ക്കാൻ വയ്യാത്തതാണ് അദ്ദേഹം ഇവിടത്തൊക്കെ ചോദിക്കാത്തത്. അദ്ദേഹത്തിനും താല്പര്യം ഉണ്ടായിരിക്കാം. കാര്യം ഒരു ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലാകുന്ന DGP അടുത്ത ഭരണത്തിൽ ഇവർക്ക് അഭിമതനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ വെക്കും. കാര്യം ഈ പറയുന്ന DGPയെ സതീശനും താല്പര്യമാണ്. സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രിയെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമാണ്. അപ്പൊ നീണ്ട 6 കൊല്ലം വരെ DGP ആയിട്ട് ഇരിക്കാൻ പറ്റും അജിത് കുമാറിന്. അതാണ് അദ്ദേഹം കിടന്ന് പിടിക്കുന്നത്. അപ്പൊ ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടയിൽ പിന്നെ UPSC യോഗം നടന്നിരുന്നു. നിയമനം വൈകാനിടയുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള UPSC യോഗം 5 മാസത്തോളം വൈകിയാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ ഇനിയുള്ളത് ആകെ 10 മാസമാണ്. അപ്പൊ ഇനി UPSCയുടെ ഈ യോഗം വൈകുമ്പോൾ ഇനി 5 മാസമാണോ വൈകാൻ പോണത്, എത്ര മാസമാണോ വൈകാൻ പോണെന്ന് അറിയില്ല. ഏതായാലും മുൻപ് പശ്ചിമ ബംഗാളിൽ നിന്ന് ഒരു IPS ഉദ്യോഗസ്ഥന്, പിന്നെ മറ്റൊന്നുകൂടെ ഉണ്ട്. ഈ റവാഡ ചന്ദ്രശേഖരനെ ഡൽഹിയിലെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരെ അദ്ദേഹത്തിന്റെ മനസ്സറിയാനൊക്കെ ചില നീക്കങ്ങൾ അതും നടത്തിയിട്ടുണ്ട്.
ഇത് ഇദ്ദേഹത്തിന് സഹിയിട്ടിട്ടായിരിക്കും അദ്ദേഹം നേരിട്ട് വന്ന് പറഞ്ഞത്. അതെ, അല്ല അത് മാത്രമല്ല, കേരള കേഡറിലെ റവേഡയല്ല, ക്ഷമിക്കണം, യോഗേഷ് ഗുപ്തയെ അതായത് കേരളത്തിൽ നിന്ന് മാത്രമാണ് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ച കത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് യോഗേഷ് ഗുപ്തയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി കേന്ദ്രം 9ാമത് സംസ്ഥാനത്തിന് കത്തയച്ചു. കേന്ദ്രം 9 തവണ സംസ്ഥാനത്തിന് കത്തയച്ചു, ഇങ്ങനൊരു പോലീസ് മേധാവിക്ക് നിങ്ങൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന്. ഇങ്ങനെ കേരളത്തിൽ നിന്ന് മാത്രമാണ് ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ കത്ത് ലഭിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ ഡൽഹിയിൽ നിന്നുള്ള IAS ഉദ്യോഗസ്ഥൻ വഴി നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. നമ്മൾ സംസാരിച്ചാണ്. ഡൽഹിയിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ, കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ വഴി IAS ഉദ്യോഗസ്ഥൻ വഴി യോഗേഷ് ഗുപ്തയെ വരുതിയിലാക്കാനുള്ള ഒരു ശ്രമം കൂടെ കേരളത്തിലെ CPM-കാർ നടത്തി. പക്ഷെ യോഗേഷ് ഗുപ്ത ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നതാണല്ലോ ഇവർക്ക് താല്പര്യം. അല്ല പ്രീത, ഇതിനകത്ത് അവർ പോയിരുന്നാലും സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാല് അതും വലിയ പ്രശ്നമാണ്. ഇഡിയിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ വിഷയമാവുമല്ലോ. ഇഡിയിലേക്ക് പോകുമ്പോൾ പല തലകളും പിന്നെ ഉരുളും. അത് ഉരുളുന്നത് വലിയ വലിയ തലകളായിരിക്കും. ആ വലിയ വലിയ തലകൾ ഉരുളുന്നത് ഇവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പറ്റിയത്, ഇവർ പറയുന്ന ഈ 8 മാസം ഇവർക്ക് സംരക്ഷിത കവചമായിട്ടുള്ള പോലീസ് ഓഫീസർ വേണം. ഇനിയിപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ചോണം, ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനി ആര് DGP ആയാലും, കെയർടേക്കർ ഇപ്പം ഇൻചാർജ് DGP ആയിരുന്നാലും, ഇനി പതുങ്ങി വെച്ചിരുന്ന കുറേ കേസുകൾ അങ്ങ് ഇറങ്ങും. ഇപ്പോൾ വോട്ട് കിട്ടാനുള്ള സാധനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഈ മറ്റേ കള്ളപ്പണ വിവാദം, ഏത് അവിടുത്തെ കൊടകര ആ നോട്ട് ഇനി ഒന്നുകൂടെ ആ സംഭവം. പക്ഷേ ഇത് വന്നു പോകും, അത് അത്രയും അത് ED അന്വേഷണം ഇവർക്ക് ക്ലെയിം ചീറ്റാണ് നൽകിയിരിക്കുന്നത്. അതിനി എന്താകുമെന്ന് അറിയില്ല. അത് ED അന്വേഷണം വന്ന് പകുതി വഴി നിൽക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ കേസുകൾ ഇങ്ങനെ പാതി വഴി നിൽക്കുന്നുണ്ടോ അതെല്ലാം പൊടി തട്ടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. പോലീസിന്റെ കയ്യിൽ, ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ എന്തെല്ലാം സാധനം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇനി ചെകഞ്ഞു നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. ക്രൈംബ്രാഞ്ച് ഏതൊക്കെ കേസുകൾ ഇനി ഇവരെ ഏൽപ്പിക്കാൻ പോകുന്നു, ഇനി ഈ ഭരണത്തിന് മുമ്പ് ക്രൈംബ്രാഞ്ച് നോക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും യോഗേഷ് ഗുപ്ത കേന്ദ്രത്തിന് കത്ത് അയച്ചിട്ടുണ്ട്. തനിക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. 8 കത്തുകൾ വരെ അദ്ദേഹം ഇതുവരെ കൊടുത്തു കഴിഞ്ഞു. 8 കത്ത് കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഈ ADGP അജിത് കുമാറിന് വേണ്ടിയിട്ട് സർക്കാർ കേന്ദ്രത്തിന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. പറ്റില്ല, ഞങ്ങള് പിടിവിടില്ല, ഞങ്ങൾക്ക് അജിത് കുമാറിനെ തന്നെ പോലീസ് മേധാവി ഇല്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് കവടിയാറിലെ വീടിനെതിരെ വിജിലൻസ് അന്വേഷണം വന്നതൊക്കെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ക്ലീൻ ചീറ്റാ കൊടുത്തിരിക്കുന്നത്. അതിലൊരു തെറ്റുമില്ലെന്നാണല്ലോ ഇവര് പറയുന്നത്. അതൊക്കെ സത്യസന്ധമായിട്ടുള്ള, അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തികളും സത്യസന്ധമാണ്. മിക്കവാറും ഒരു രൂപക്കൂട് ഈ പിണറായി വിജയൻ പണിയേണ്ടി വരും, മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. കാരണം പൂരം കലക്കൽ വിവാദം, ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ കവടിയാറിലെ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടുള്ള, പിന്നെ ഒരു വലിയ കോംപ്ലക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അദ്ദേഹം അനധികൃത സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള, ഓക്കെ. എന്തായാലും ഈ പറയുന്ന അജിത് കുമാറിനൊക്കെ ഇത്രയും നല്ല പരിശുദ്ധന്മാരാക്കുന്ന പിണറായി വിജയന് മിക്കവാറും അജിത് കുമാറിന് വേണ്ടി വിശുദ്ധ സെയിന്റ് അജിത് കുമാർ, MR അജിത് കുമാർ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ ഉണ്ട്. അദ്ദേഹം അത് ചെയ്യണം എന്നാണ് ഞാനും പറയുന്നത്. കാരണം AKG സെന്ററിന് മുമ്പിൽ ഇത് കൊണ്ടുവന്ന് വെച്ചാലേ വരവും പോവുകയും ചെയ്യുന്നവർ അപ്പോഴും ഇടും തൊട്ടിലും. അതിനുണ്ട്. അതല്ലേ നമ്മൾ പറഞ്ഞത്. അതായത് നമ്മളിപ്പോ PV അൻവർ കാരണമാണല്ലോ ഇവർ തമ്മിലുള്ള ത്രയങ്ങൾ തെറ്റിയത് കൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഇലക്ഷൻ തന്നെ നടന്നത്. നിലമ്പൂർ ഇലക്ഷൻ തന്നെ നടന്നത് എന്തുകൊണ്ടാണ്? ഈ ത്രയങ്ങൾ തെറ്റിയത് കൊണ്ടാണ്. അപ്പൊ ഈ ത്രയങ്ങൾ തെറ്റിയത് കൊണ്ട് തീർച്ചയായിട്ടും അൻവറിന് ഇവരെ കൂട്ടത്തിൽ നിന്ന് മാറേണ്ടി വന്നു, ഇലക്ഷൻ വന്നു. ഇനിയിപ്പോ അത് മാത്രമല്ല, എന്തുകൊണ്ട് അജിത് കുമാറിനെ ഇത്രയും കാണുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് അജിത് കുമാറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം, P ശശിയുമായിട്ടുള്ള ബന്ധം. പറഞ്ഞോളൂ. അല്ല, അത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാന്ന്. കാരണം 30 വർഷത്തെ സർവീസും DGP റാങ്കും ഇല്ലാത്തവരെ പരിഗണിക്കാനാവില്ലെന്ന UPSC നിലപാടിനെതിരെയാണ് ആഭ്യന്തര വകുപ്പ് കത്തയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 30 വർഷത്തെ സർവീസ് ഉണ്ടായതിന്റെ പേരിൽ അനിൽകാന്തിനെ DGP ആക്കിയിരുന്നു. അദ്ദേഹം നീണ്ടകാലം DGP ആയിരുന്നു. അപ്പോൾ അന്നൊന്നും ഇതേപോലെ അത്രയും സ്നേഹം കൂടിയ ആരും ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നത്. അല്ല, ഇതിപ്പോ ഇതില്ലാത്തത് കൊണ്ട് MR അജിത് കുമാറിന് പറ്റില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. അപ്പൊ അതിനെതിരെയാണ് ആഭ്യന്തര വകുപ്പ് കത്തയച്ചിരിക്കുന്നത്. അതെ. ഏതായാലും നമുക്കിപ്പോ വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇതുവരെ പേരിലുണ്ടായിരുന്ന റവാഡ ഇപ്പൊ അന്വേഷിച്ച് വന്നിരിക്കുന്നു. യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് കൊടുത്തിട്ടില്ല. എന്തൊക്കെയായാലും ഇതിൽ ഇനിയിപ്പോ ഒരു ദൗത്യമുള്ളത്, P ശശിക്ക് ഒരു വൻ ദൗത്യം ഇതിനകത്തുണ്ടാകും. ആ ദൗത്യം അജിത് കുമാറിനെ DGP ആക്കുക എന്നുള്ളതാണ്. ആ ദൗത്യത്തിൽ
കരയ്ക്ക് വഞ്ചി എത്തിക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ ഇനി എത്ര ഈ വിഷയം ചർച്ച ചെയ്താലും എത്ര പത്രവാർത്ത വന്നാലും